ആണല്ലോടി. നാട്ടിലുള്ള അമ്മമാരൊക്കെ ജോലി കൂലിയില്ലാത്ത ചെക്കന്മാർക്ക് വരെ അവരുടെ പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ ഇവിടെ ഒരാളെ എന്നെ മാത്രം മൂടി കെട്ടി പഴുപ്പിക്കാൻ വെച്ചേക്കുവാ. അല്ലേ തന്നെ അവൻ എന്താ കുഴപ്പം? കുഴപ്പമുണ്ടോ? നല്ല പയ്യനാ. പക്ഷേ ആണ് അതും ഒരു തരത്തിൽ ഭംഗിയല്ലേ. എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നല്ലതാ. എത്ര സിനിമാ നടന്മാർക്ക് കോന്തമ്പല്ലുണ്ട്, എന്നിട്ട് അവരൊക്കെ കെട്ടാതെ നിക്കുവാണോ? എന്റെ മോളാണ് കോന്തമ്പല്ലുള്ള ചെറുക്കനെ കെട്ടത്തുള്ളതും പറഞ്ഞോണ്ട് വാശി പിടിച്ച് നടക്കുക. അതിനവക്കെ ടീച്ചറിന്റെ മോളെ പോലെ സർക്കാർ ജോലിയൊന്നും ഇല്ലല്ലോ. 10ാം ക്ലാസ് തോറ്റ പിന്നെ ബീഡി ചേർക്കാൻ നടക്കുമല്ലായിരുന്നോ. ചെറുക്കനെ കിട്ടിയാ തന്നെ ഭാഗ്യം. കോന്ത്രമ്പല്ല് നോക്കിക്കൊണ്ട് നടക്കുന്നു. രാവിലെ തുടങ്ങിയല്ലോ. എടി അമ്പിളി, നിനക്ക് പത്രവും പാലും ഒക്കെ ഒന്ന് എടുത്തു വെച്ച എന്താടി? നിന്റെ കയ്യിലെ വള ഊരി പോവോ? ആ പോവും. എന്തൊരു ഫോൺ ചെയ്താ ഇത്? അതെ, അമ്പിളി പിഴക്കണമെങ്കിലേ 10 ജന്മം ജനിക്കണം. അതെ, ഓ എല്ലാരോടുമായിട്ട് ചോദിക്കുക. എന്താ ടീച്ചറെ? നിങ്ങൾ ഇവിടെ യൂണിറ്റ് തുടങ്ങിയിട്ട് എത്ര മാസമായി? 6 മാസം. 6 മാസം ആയല്ലോ. അത് ടീച്ചറെ, ഈ മാസത്തെയും കൂടെ വാടക കൂട്ടിയിട്ട് 6 മാസത്തെ വാടക ഒന്നിച്ചു തരാം. വാടകയെ പറ്റി വല്ലോ ഞാൻ പറഞ്ഞോ? ഇല്ല. ആ, ഈ 6 മാസമായിട്ട് നിത്യവും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്നെ കെട്ടിച്ചുവിട്, എന്നെ കെട്ടിച്ചുവിട് എന്ന് പറഞ്ഞ എന്റെ മോള് വഴക്കുണ്ടാക്കുന്നു. എപ്പോഴല്ല, വല്ലപ്പോഴൊക്കെ. നിന്നോട് ചോദിച്ചോ? ഇന്നും വിദേശത്ത് നിന്നുള്ള 3 ചെറുക്കന്മാരുടെ ഫോട്ടോയും കൊണ്ട് വന്നിരിക്കുക കെട്ടിച്ചുവിടാൻ. സ്വന്തം കാലിൽ നിക്കാറായപ്പം അവക്ക് അമ്മയെ വേണ്ട, നാട് വിട്ടു പോയാ മതി. പുറത്തു പോലൊന്നും കുഴപ്പമില്ല ടീച്ചറെ. ഇപ്പൊ വീഡിയോ കോളൊക്കെ ഇല്ലയോ? ടീച്ചർക്ക് ടീച്ചറുടെ മോളെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യാം. വീഡിയോ കോൾ കൊണ്ടല്ല ഞാൻ എന്റെ മോളെ ജനിപ്പിച്ചത്. 10 മാസം നൊന്ത് പ്രസവിച്ചിട്ടാ. ഒരമ്മയെന്നുള്ള നിലയ്ക്ക് എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? ആ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഇന്നും ഞാനത് തല്ലിപ്പൊട്ടിക്കും. മനുഷ്യന് മനസ്സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? വർത്താനം പറയാൻ പേടിയാ ടീച്ചറെ. അപ്പൊ മോളാടിക്കും. മനസ്സമാധാനമായിട്ട് നിനക്ക് സംസാരിക്കാൻ വേണ്ടിയാണോ ഇവിടെ യൂണിറ്റ് തുടങ്ങിയത്? പിന്നെ നീ പോയി പണിയേടി. ടീച്ചറിന്റെ കൈയൊന്നൊന്ന് വീട്ടി ടീച്ചറെ. വിട്ടു പോ. പോവുമല്ലേ കിങ്ങിണി എന്തിയേ? അയ്യോ ടീച്ചറെ, അവക്ക് ബസ്സിൽ സൈഡ് സീറ്റ് കിട്ടിയാലേ അവള് കയറത്തുള്ളൂ. ഓ, അതൊന്നും അല്ല ടീച്ചറെ. അവക്ക് ഞങ്ങളോട് വരാൻ മടിയാ. ഞങ്ങളൊന്നും സമക്കാരല്ലോ. ഓഹോ, എന്താടാ? ഇടയ്ക്കിങ്ങനെ നിനക്ക് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, ഞാൻ ആരും ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടില്ല, നീ ഒന്നും കണ്ടിട്ടില്ല. മനസ്സിലായോ? ശരി, ഇറങ്ങടി. ഈശ്വര ഭഗവാനെ കാത്തോണ്ടേ. എന്താ ടീച്ചറെ? നീ എന്താ അവളോട് പറഞ്ഞ? അല്ല, ഞാൻ മെല്ലെ ഇറങ്ങി വരാൻ പറഞ്ഞ. അല്ലേ അവക്ക് നോവോ? അയ്യോ, എന്താടി ലേറ്റ്? ബസ് കിട്ടില്ല ടീച്ചറെ. അപ്പോഴാ ഞാൻ ഉണ്ണിച്ചേട്ടനെ കണ്ടത്. അതെങ്ങനാ? ഇവരെന്തിനാ ആ വഴി വന്നേ? അത് ശരിയാണല്ലോ. ഉണ്ണിച്ചേട്ടൻ എന്തിനാ ആ വഴി വന്നേ? ഡീസൽ അടിച്ചിട്ട് വന്നപ്പോ അവള് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വേണ്ടായിരുന്നു അടുത്തത്. എന്നെ കൊണ്ട് ചൂരലടുപ്പിക്കരുത്. വേണ്ട. എന്തിനു ടീച്ചറെ? എന്താടി ഒരു കിണി? കാറ് കണ്ടപാടെ കേറാൻ നോക്കിയിരിക്ക. പോടി. നീ എങ്ങോട്ടാണ് പോത്തെ? ഇങ്ങോട്ട് വേണ. പെണ്ണുങ്ങള് കണ്ട ഉടനെ കൂടെ മര്യാദക്ക് വണ്ടി കയറിയിരിക്കും. ഞാൻ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരട്ടെ. വണ്ടി സ്റ്റാർട്ട് ചെയ്തത് കണ്ണു തെറ്റിയ ഉടനെ അച്ചപ്പം. അച്ചപ്പത്തിലാരാണ്ട് ഒരു കൂടോത്രം ചെയ്ത് കൊടുത്തിരിക്കും.